ഹലോ ഗൈഡ്സ്, പുതിയൊരു ഡ്രിങ്ക്സ് ഞാൻ പരിചയപ്പെടുത്തുവാണേ. ഏതോ രാജ്യത്തിലെ ഏതോ ഡ്രിങ്ക്സ്. ഇത് ഐസ് കൊണ്ടുള്ള ഒരു ഫുഡാണ് കേട്ടോ. ഐസ് കൊണ്ട് ഐസ് അടക്കം 32 ഐറ്റമാണ് ഇതിനകത്തിടുന്നത്. ഈ ഡ്രിങ്ക്സിൽ ഐസ് അടക്കം 32 ഐറ്റം കണ്ടോ, വാരിക്കോരി ഇടുന്നുണ്ടോ. ഐസ് അടക്കം 32. ഐസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഐസാണ് ഇതിൻ്റെ മെയിൻ. അപ്പുറത്ത് മൂമ്മമാരും പിള്ളേരൊക്കെ വന്ന് നിൽക്കുകയാണ് കേട്ടോ. പ്രായമായ അമ്മമാരൊക്കെ വന്ന് നിൽക്കുകയാണ്. ഇനി കളറ് വാരിയിടും. ഇവിടെ കളറിൻ്റെ ഒരു കുഴപ്പമില്ല കേട്ടോ. ഏതോ രാജ്യമല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ എല്ലാം മുസ്ലിംസാണ്. ഇതിൽ ആ കളർ ഇട്ടിട്ടുണ്ടെങ്കിൽ പച്ചയായി പോവും. ഇനി എസൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10 ഐറ്റംസും ഉണ്ടാവും. 10 ഐറ്റം എസൻസ് ഉണ്ടാവും. എല്ലാം കാണിക്കാൻ പറ്റില്ല കേട്ടോ. ഇത് വേറെ സൈസ് എസൻസ് ആണ്. ഇതൊരു സൈസ് മിൽക്കാണ്. പാലും എല്ലാം കൂടി കൂട്ടി വെച്ചിരിക്കുന്നതാണ്. ആൾക്കാർ കാണുമ്പോഴത്തേക്കല്ലോ ഭയങ്കര വിറ്റാമിൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ സൗണ്ട് ഞാൻ കുറച്ചിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ സ്റ്റൈലിലാണ് ഈ വീഡിയോ എടുക്കുന്നത്. വേറൊരു ഭാഷയാണ് കേട്ടോ. കണ്ടോ, പാലും എല്ലാം കൂടി ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു സാധനമാണ്. ഇനി എസൻസ് കസ്കസ് എന്ന് പറയാം. അത് എസൻസ് അല്ല, സോറി, കസ്കസ് എന്ന് പറയും. നമ്മളെ ഇവിടുത്തെ കസ്കസ് തന്നെ. എല്ലാം കൂടി 32 ഐറ്റമേ. അതാ കിടക്കുന്നത് എന്നറട്ടെ. നമ്മളെ സേമിയ അതിനകത്ത് വെച്ചിട്ടുണ്ട്. സേമിയ കുതിർത്തിട്ട് പല പല കളറായി അടിച്ചിട്ടുണ്ട്. പിള്ളേരൊക്കെ വന്ന് വായി നോക്കി നിൽക്കുന്നുണ്ടോ. അതാണ് ഈ തൈരും എല്ലാം കൂടി തൈര് മിക്സാക്കി. തൈരാത് ഇതാ കോരി വയ്ക്കുന്ന തൈര് ഉണ്ടോ. ഇപ്പോൾ കുറേ ഐറ്റംസ് ഇട്ടു. ഞാൻ പിന്നെ അത് കാണിക്കുന്നല്ലോ ഉള്ളൂ കേട്ടോ. ഈ ഡ്രിങ്ക്സ് കുടിക്കുന്നവർ അധികം വയസ്സാവില്ല കേട്ടോ. ഒരിക്കലും വയസ്സാവില്ല. അതിനുമ്പോൾ തന്നെ തട്ടിപ്പോവും. അത്രയും കളറുകളാണ് വാരിയിടുന്നത്. വേണ്ടോ. അത് സേമിയ കുതിർത്തത് പല പല കളറാണ് കേട്ടോ. കുറേ ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറേ ഉണ്ട്. കുറേ ഐറ്റംസ് ഞാൻ കാണിച്ചില്ലെന്നുള്ളൂ. ഇനി കളറുകൾ. ഇതൊക്കെ കളറുകൾ. പല പല കളറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കപ്പളങ്ങ കളറിട്ട് വേവിച്ചത്. പിള്ളേരൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുക. ഇപ്പം കിട്ടും എന്ന് പറഞ്ഞിട്ട്. ഇതാണ് കളറിൻ്റെ കൂമ്പാരം. കണ്ടോ, എല്ലാ കളറുണ്ട്. പല പല ഐറ്റംസ്. പേരൊന്നും അറിയില്ല കേട്ടോ.
എല്ലാ കളറും ഉണ്ട് കേട്ടോ. ഇനി ആരും കംപ്ലൈൻറ്റ് പറയണ്ട. ഓ, അതിനടിയിൽ കിടക്കുന്ന ഐസാണേ. ആൾക്കാർ നിറഞ്ഞിരിക്കുക. ഇവിടെ ആയിരുന്നെങ്കിൽ ഇപ്പം മീഡിയാസൊക്കെ വന്നേനെ. ഈ കളർ വാരിയിരുന്നാണ്ടില്ലേ, ഇപ്പം മീഡിയാസും ഇൻസ്റ്റാഗ്രാമുകാരും എങ്ങനെ അറിയാനെ. കണ്ടോ ഈച്ച അടിക്കുന്നത്? ഈച്ച ഫ്രീ ആണ് കേട്ടോ. ഈ ഭക്ഷണത്തെ ഈച്ച ഒക്കെ ഫ്രീയാ. ഐസ്ക്രീം 4 സൈസ് ഇടുന്നുണ്ട്. വൈറ്റ്, പിന്നെ ഓറഞ്ച്, നീല, മറ്റേത് മഞ്ഞ, ഇതൊക്കെ ഇടുന്നുണ്ട്. ഐസ്ക്രീം ഇടും. കണ്ടോ ഐസ്ക്രീം പാലിട്ടുന്നുണ്ടോ? എല്ലാം ഉണ്ടാവും. ഇനി അതിൻ്റെ മുകളിൽ പാലൊഴിക്കും. ലാസ്റ്റ് പാലൊഴിക്കും. ഇനി എസൻസ് അത് ഒഴിക്കുന്നത് തരട്ടെ. അത് ഒരു സൈസ് മിൽക്ക്, ഷുഗർ മിൽക്ക് എന്ന് പറയും. ഇനി അതിൻ്റെ മുകളിൽ തിളച്ച പാൽ ഒഴിച്ചുകൊണ്ടിരിക്കും. തിളച്ച പാല് കണ്ടോ? അത് മിക്സാക്കുകയാണ്. പാലൊഴിക്കുന്നുണ്ടോ? അത് ചൂട് പാലാണ് ഒഴിക്കുന്നത്. ഇനി പൈസ കൊടുത്ത് വാങ്ങിക്കാം. പൈസ കൊടുത്ത് കടിക്കുന്ന പട്ടിയാണ് വാങ്ങിക്കുന്ന പോലെ. കണ്ടോ ഈ കളറൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി കുടിക്കുന്ന ആൾക്കാരുടെ ക്യൂ ആ. ആ ചെറുക്കനൊക്കെ കുറേ സമയമായി വന്ന് നിൽക്കട്ടെ, പാവം. ഇതാണ് കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയാണ് വാങ്ങിക്കുന്ന പറഞ്ഞ പോലെ. കണ്ടോ എല്ലാവരും വാങ്ങിച്ചോണ്ട് പോവാണ്. തിരക്കാ. കാരണം ഇവരെ മുമ്പിൽ വെച്ചിട്ട് 10-32 ഐറ്റം ഇടും. അപ്പോൾ അവരുടെ തൊട്ട് ഭയങ്കര വിറ്റാമിൻസ് എന്നാണ്. അപ്പോൾ അതിനകത്തിരിക്കുന്ന വിഷങ്ങൾ അവർക്കറിയില്ല. കളറും ഇതൊന്നും അവർക്കറിയില്ല. എല്ലാം പൈസ കൊടുത്ത് വാങ്ങിച്ച് കുടിച്ചോണ്ട് പോകണം. കാണാൻ നല്ല ഭംഗി, ഉള്ളിൽ പല അസുഖം ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന. കാണാൻ നല്ല ഭംഗിയായിരിക്കും, പക്ഷേ ഉള്ളിൽ അസുഖം ഉള്ളതിൽ ഇവർക്കറിയോ? ഇതാ ഞാൻ പറഞ്ഞത്. ഈച്ച ഫ്രീ. പ്രായമാവുമ്പോൾ തന്നെ ഇവർ മരിച്ചു പോകുന്ന ഫുഡാണ്, ഡ്രിങ്ക്സാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടവരുടെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. യൂട്യൂബ് സലീം മുഹമ്മദ് താഴത്തെ വീട്ടിൽ.